തുണി ഒന്നും ഇടാൻ വേണ്ടി ടെറസിൽ പോയതാണ്. കത്തിക്കരിഞ്ഞു പോയി. എന്നാ ചൂടാന്ന്. വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു. രാവിലത്തെ വെയിൽ കൊള്ളണമെന്നൊക്കെയാണ്, പക്ഷേ ഇത് ഒരുമാതിരി ഒന്നും പറയാനില്ല. തിരിച്ച് വന്ന് കുറച്ച് ഐസ് ക്യൂബും കാര്യങ്ങളൊക്കെ എടുത്ത് വാരി മേത്ത് പൊത്തി. ബിക്കോസ് നല്ല ചൂടായിരുന്നു. പിന്നെ ഇൻസ്റ്റ തുറന്നാൽ തന്നെ ഈ ഒരു ഫാനിൻ്റെ ഫുൾ വീഡിയോ ആണ്. ഐസ് ക്യൂബ് ഇടുന്നു, സ്പ്രേ അടിക്കുന്നു, വെക്കുന്നു. ഞാനും വാങ്ങിച്ചടേ 2 കൊല്ലം മുമ്പ് ഇതുപോലത്തെ ഒരു ഫാന്. അപ്പോഴത്തെ ഫീച്ചേഴ്സിൽ ഐസ് ക്യൂബ് ഇടുന്ന കാര്യങ്ങളൊന്നും അപ്പോൾ ഉണ്ടായിരുന്നില്ല. ആ സമയത്ത് കിട്ടിയൊരു ഒരു ഫാനാണിത്. പിന്നെ ഞാനിത് ഉപയോഗിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചൊടിച്ച് ഈ സാധനം കണ്ടോ ഒടിഞ്ഞു പോയി. കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അതേ എഫക്റ്റ് തന്നെ. ഐസ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത കാറ്റ് വരും. ഇത് ഐസ് ഇടാൻ പറ്റാത്ത എഫക്റ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ തണുത്ത കാറ്റ് വരില്ല. നോർമലായിട്ട് നമ്മുടെ സാധാ കാറ്റ് വരും. പിന്നെ ഉള്ള ഉപകാരം, ഇതുപോലെ മുഖത്ത് കാറ്റടിച്ചാലേ ഉറങ്ങൂ എന്നുള്ളൊരു വ്യക്തിക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇങ്ങനെ നെഞ്ചത്തും വയ്ക്കാം, സൈഡിലും വയ്ക്കാം, തിരിച്ചും മറിച്ചും കമത്തിയും വയ്ക്കാം. അപ്പോഴത്തേനും കാറ്റ് നന്നായിട്ട് മേത്തൊക്കെ അടിച്ച് കുറച്ച് കൂളിംഗ് എഫക്റ്റ് ആയിരിക്കും. പിന്നെ ഇതിന് നല്ല അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്. നല്ലതൊക്കെ എൻ്റെ അരേൻ്റെ അത്ര നീളമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും കുത്തിത്തരി ഇതുപോലെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖത്തിട്ട് നന്നായിട്ട് കാറ്റൊക്കെ അടിക്കും. പിന്നെ ഞാൻ ഇൻസ്റ്റയിൽ മറ്റേ മറ്റേ ഐസ് ക്യൂബ് ഇട്ട് കൂളർ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമാണ്. ഞാൻ അത് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഓൾറെഡി ഇത് വാങ്ങിച്ചു പോയത് കൊണ്ട് വേറെ വാങ്ങാൻ ഇനി വയ്യ, എന്നെക്കൊണ്ടൊന്നും വയ്യ. പിന്നെ എനിക്ക് ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത് മുഖത്ത് കുറേ നേരം അടിക്കുമ്പോഴത്തേനും മൂക്ക് ചെറുതായിട്ട് ബ്ലോക്കായ പോലെ ഒരു ഫീല് പോലെ തോന്നും. നിനക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തായാലും കുറേ നേരം ഒന്നും വെക്കേണ്ട. ഡെഫിനറ്റ്ലി ഈ ചൂടുകാലത്ത് പറ്റിയൊരു സാധനമാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.